പെൻഷൻ വിതരണത്തിന് പുതിയ ക്രമീകരണം. റേഷൻ കാർഡ് ഉടമകൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വൻ പിഴ ഈടാക്കും. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിനു തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ പിടികൂടുന്നതിനായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അനർഹമായി മുൻഗണനാ പട്ടികയിൽ കടന്നുകൂടിയവർക്ക് സ്വയം പിന്മാറാനുള്ള അവസരം ജൂൺ 30 ഇന്ന് അവസാനിക്കും. ഇത്തരം കാർഡ് കൈവശമുള്ളവർ താലൂക്ക് അല്ലെങ്കിൽ സിറ്റി റേഷനിംഗ് ഇൻസ്പെക്ടർക്ക് സത്യവാങ്മൂലവും അപേക്ഷയും സമർപ്പിച്ച് മുൻഗണനേതര വിഭാഗത്തിലേക്ക് സ്വയം മാറണം. ഇങ്ങനെ മാറാത്തവരുടെ റേഷൻ കാർഡ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കായിരിക്കും സർക്കാർ കടക്കുക. അതോടൊപ്പം ഇരട്ടി തുക നിങ്ങൾ ഇത്രയും കാലമായിട്ട് അനർഹമായി കൈപ്പറ്റിയതിന്റെ വിലയും നിങ്ങളിൽ നിന്ന് ഓരോ മാസത്തെ പിഴയായി ഈടാക്കുന്നതാണ്. ഇന്ന് ഒരു ദിവസം കൂടി മാത്രമാണ് അവസരമുള്ളത്. പരമാവധി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അടുത്തൊരു അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പെൻഷൻ വിതരണത്തിന് ട്രഷറികളിലെ ക്രമീകരണം വീണ്ടും പരിഷ്കരിച്ചിരിക്കുന്നു. ആദ്യ പ്രവൃത്തി ദിവസം അക്കൗണ്ട് നമ്പർ 0-ലും 1-ലും അവസാനിക്കുന്നവർക്ക് പെൻഷൻ നൽകുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി. പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും. തിങ്കളാഴ്ച പകൽ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 0-ൽ അവസാനിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്കും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെ 1-ൽ അവസാനിക്കുന്നവർക്കും പെൻഷൻ ലഭിക്കും. ചൊവ്വ 2, 3, ബുധൻ 4, 5, വ്യാഴം 6, 7, വെള്ളി 8, 9 എന്നീ നമ്പറിൽ അവസാനിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്കായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. നാളെ വ്യാഴം 6, 7 എന്നീ നമ്പറിൽ അവസാനിക്കുന്നവർക്കായിരിക്കും പെൻഷൻ ലഭിക്കുക. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും ഇങ്ങനെയാകും പെൻഷൻകാർക്ക് ഇടപാടുകൾ അനുവദിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.